നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇറാനിലെ യുഎസ് ആക്രമണത്തോടെ വലിയ ആശങ്കയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഭാഗമായിട്ട് യുഎസ് ഇടപെടുകയാണെങ്കിൽ ഗൾഫ് മേഖലകളിൽ യുഎസ് സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുള്ളൊരു താക്കീത് ഇറാൻ നൽകിയിരുന്നു. ഇതോടുകൂടെ വലിയ ആശങ്കയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ എത്തുന്നത്. കുവൈറ്റും അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായി കഴിഞ്ഞു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഷെൽട്ടറുകൾ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇറാന്റെ ബുഷർ ആണവ റിയാക്ടറിന്റെ സാമീപ്യം ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ റേഡിയേഷൻ ഭീഷണിയിലാണ് സൗദി, UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ എന്നതാണ് സൂചന. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചേക്കുമെന്നുള്ള ആശങ്കയിൽ ഗൾഫ് ലോകം നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഇറാനും ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട ജലപാതയാണ് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് എന്നതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം. ഇതിന്റെ നിയന്ത്രണം ഭാഗമായി ഇറാനും ബാക്കി ഒമാനും ഒക്കെയുണ്ട്. ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടയാൻ സാധിക്കുമെന്നതാണ് ആശങ്ക. ഇത് ഗൾഫ് മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കും. മേഖലയിലെ സാഹചര്യം കപ്പൽ കമ്പനികളും വിലയിരുത്തുന്നതായിട്ടാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഇറാൻ ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നിലവിൽ വ്യക്തമാകുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ കുടിവെള്ള സംഭരണത്തിലടക്കം ഹോർമൂസ് കടലിടുക്ക് നിർണായക പങ്ക് വഹിക്കുന്ന സാഹചര്യമാണ്. ഹോർമൂസ് ഇന്ധന നീക്കത്തെയും ഈ ഒരു ആക്രമണം ചിലപ്പോൾ സാരമായി ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്നാണ് ഈ ഒരു നടപടിക്ക് പിന്നാലെ സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിലെ സംഘർഷത്തിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിലും UAE കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പ്രാദേശിക രാജ്യാന്തര സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കുമൊക്കെ ഭീഷണി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നിലവിലെ ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് വിലയിരുത്തൽ. അപകടകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനും അസ്ഥിരതയുടെ പുതിയ തലത്തിലേക്ക് പോകുന്നത് തടയാനും സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രശ്ന പരിഹാരത്തിന് ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് വരണമെന്നാണ് ഐക്യരാഷ്ട്രസഭയോടും സുരക്ഷാ കൌൺസിലിനോടും അഭ്യർത്ഥിച്ചിരിക്കുന്നത്. US ആക്രമണത്തിലൂടെ മേഖലയിലെ സ്ഥിതിഗതികൾ വഷളായതിൽ ഖേദിക്കുന്നതായിട്ടാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഗൾഫിലെ പിരിമുറുക്കം വർദ്ധിച്ചതായും ഇത് പ്രാദേശിക രാജ്യാന്തര തലത്തിൽ വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നും മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ US സൈനിക താവളത്തിന് ആതിഥേയത്വം ഖത്തർ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. സൈനിക നടപടികൾ നിർത്തിവച്ച് നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ പരമാധികാരത്തിനെതിരെയുള്ള നടപടിയിൽ സൗദി അറേബ്യ കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സംയമനം പാലിക്കാനും സംഘർഷം ലഘൂകരിക്കാനും പ്രശ്നം വഷളാക്കാതിരിക്കാനും മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിനും സമാധാനത്തിന്റെ പുതിയ അധ്യായം തുറക്കാൻ രാജ്യാന്തര സമൂഹം ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. US ഇറാൻ ആണവ ചർച്ചകൾക്ക് ശേഷം മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാൻ ആക്രമണത്തെ ശക്തമായി തന്നെയാണ് അപലപിച്ചിരിക്കുന്നത്. മേഖലയിൽ ആശങ്ക വർദ്ധിച്ചതായും പ്രതിസന്ധി രൂക്ഷമാകാനേ USന്റെ ആക്രമണം സഹായമാകുകയുള്ളൂ എന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. എത്രയും വേഗം സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ട് മേഖലയിൽ സുരക്ഷയും സമാധാനവും വീണ്ടെടുക്കണമെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നയതന്ത്രപരവും സമാധാനപരവുമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നിലവിലത്തെ പ്രതിസന്ധി പരിഹരിക്കേണ്ടതുള്ളൂ എന്നാണ് ഇവരൊക്കെ ഊന്നി പറയുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള US ആക്രമണത്തെ തുടർന്ന് മേഖല ആശങ്കാജനകമാണെന്നാണ് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാന്റെ ആണവ നിയന്ത്രണങ്ങൾക്ക് നേരെയുള്ള US ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിൽ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠനം ഓൺലൈനാക്കി കഴിഞ്ഞു. ഇതിനിടെ ഇറാന്റെ ബുഷർ ആണവ റിയാക്ടറിന്റെ സാമീപ്യം ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയായിരുന്നു. മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടയ്ക്കുന്നതിനാൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കാണ് ആക്രമണം പ്രമാണിച്ച് കഴിഞ്ഞ ദിവസം മുതൽ അവധിയായിരിക്കുമെന്ന് അറിയിച്ചത്. 9, 10, 11, 12 ക്ലാസുകളിൽ 26 വരെ ഓൺലൈനായിട്ടായിരിക്കും ഇനി വിദ്യാഭ്യാസം ഉണ്ടാക്കുക. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നയുടൻ സ്കൂൾ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ വീട്ടിലെത്തിക്കുകയായിരുന്നു. രക്ഷിതാക്കളെയും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 70% സർക്കാർ ജീവനക്കാരോടും വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ഒരു ആശങ്കയെ മറികടക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം. പ്രധാന റോഡുകളിലൂടെയുള്ള
യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച അധികാരികൾ അടിയന്തര സാഹചര്യം നേരിടാൻ ദേശീയ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. 31 ഷെൽട്ടറുകളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സൈനിക, സിവിലിയൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 9,000 പ്രതിരോധ ഉദ്യോഗസ്ഥരെ രാജ്യത്ത് വിന്യസിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.